ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒനിയൻ റിങ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുമായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒനിയൻ റിങ്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് കനത്തിൽ നന്നായിട്ട് വലുതും ചെറുതൊക്കെ ഉണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മൈദയാണ്. ഞാൻ 3/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നിറയെ ഇല്ല, 1/4 കപ്പ് കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കട്ടയില്ലാതെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഓരോ ഒനിയനും ഇട്ട് കൊടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ഒനിയനും ഇതിൽ കോട്ട് ചെയ്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വടിച്ചെടുക്കുക ഇതുപോലെ. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം. ഇതുപോലെ ആക്കിയെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടി എണ്ണ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ റിങ്സും ഇട്ടെടുത്ത് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇനി നന്നായി ഗോൾഡൻ ബ്രൗൺ ആയാൽ കോരിയെടുത്ത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അടിപൊളി ഒനിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.